യെസ്, നമുക്ക് ഫൈനലി ജെയിംസ് ഗണ്ണിന്റെ പുതിയ സൂപ്പർമാന്റെയും അതുകൂടാതെ തന്നെ DC യൂണിവേഴ്സിന്റെയും ആദ്യത്തെ സിനിമയുടെ നമുക്ക് ട്രെയിലർ നമുക്ക് കുറച്ചു മുമ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യമേ ഞാനൊരു കാര്യം പറയാം, എൻ്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് കുറച്ച് ശോകമായിരിക്കും. ആൻഡ് പിന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വാർണർ ബ്രോസ് നമുക്കറിയാം വലിയ തെണ്ടിത്തരമാണ് അവരെപ്പോഴും ചെയ്യുന്നത്, അവർ ചറപറ കോപ്പിറൈറ്റ് തരുന്നത് കൊണ്ടാണ്. സോ ഒന്ന് ക്ഷമിക്കുക, നമ്മൾ നമ്മുടെ യൂഷ്വൽ സ്റ്റുഡിയോയിൽ എത്തിക്കുമ്പോഴേ നമുക്ക് എന്തായാലും നമ്മുടെ ഫുൾ ഫ്ലെജ് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ, കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് തന്നെയാണ് ഈ ഒരു ട്രെയിലർ എങ്ങനെയുണ്ടെന്നൊരു കാര്യം കാണാൻ. സോ ഹിയർ വി ഗോ. ഇവർ കോപ്പിറൈറ്റ് തരില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ്. ഓക്കെ, ഡേവിഡ് കോൺസ്ഫീൽഡിന്റെ സൂപ്പർമാനെ ആരും അടിച്ചു താഴെ ഇട്ടേക്കുന്നു. ഡൂംസ്ഡേ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇല്ല, ഓക്കെ, ക്രിപ്റ്റനൈറ്റ് കൊണ്ട് ആരെങ്കിലും മുട്ടിയതാണ്. ലെക്സ് ലൂഥർ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ട്രൈപോഡ് ഇല്ലാതെ വീഡിയോ പിടിക്കുന്ന എന്ത് സീരിയൽ. ലൂയിസ് ലെയ്ൻ, ഡേവിഡ് കോൺസ്ഫീൽഡ് ക്ലാർക്ക് കെന്റിന്റെ ഇതില് പുള്ളി ആക്ച്വലി കാണിച്ചു ഗാർഡിയൻസ് ഓഫ് ഗാലക്സി DC സിനിമയ്ക്കകത്ത് ഗട്ട്സ് സംഭവിക്കുന്നു. ഓക്കെ, താരമല്ലേ, ക്രിപ്റ്റോ ആണ്. It begins. Yes, crypto. Yes. Yeah. Okay. ലെക്സ് ലൂഥറിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് ലുക്ക്. The Hawk, Daily Planet, Kryptonite, Hawk Girl, Monster. Okay, the relationship, Fortress of Solitude. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ലെക്സ് ലൂഥർ, ക്രിപ്റ്റോ ഭയങ്കര ക്യൂട്ട് കേട്ടോ. ഓക്കെ, മിസ്റ്റർ, ഞാൻ പേര് ഞാൻ മറന്നുപോയി, ആരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടർ. ഓക്കെ, ജൂലൈ 11 റിലീസ് ചെയ്യാൻ പോകുന്നത് DC സ്റ്റുഡിയോസ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ആക്ച്വലി ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. നമ്മളെന്താണെങ്കിൽ നാളെ ഈ ട്രെയിലറിന്റെ ഫുൾ ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ആരെയൊക്കെയാണ് കണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്ത് പോയി എന്നുള്ളൊരു കാര്യം. പക്ഷേ ആസ് ഒരു ട്രെയിലർ ഞാൻ ഇത്രയും പറയുള്ളൂ, എനിക്ക് ഹെൻറി കാവിലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഡേവിഡ് കോൺസ്ഫീൽഡിനെ അവർ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര നല്ല രീതിയിൽ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലർ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടിച്ച് പഞ്ചറായി കിടക്കുന്ന സൂപ്പർമാനെയാണ് നമ്മൾ കാണുന്നത്. സോ വെറൈറ്റി ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ഇനി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ ക്രിപ്റ്റോ പൊളിയാണ്. ക്രിപ്റ്റോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എവിടെ ക്രിപ്റ്റോ പൊളിയാണ്. നമ്മൾ ആക്ച്വലി ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രമാണ് ജെയിംസ് ഗൺ അന്ന് കാണിച്ചിട്ടുണ്ടായത്. സോ നമുക്ക് ഫസ്റ്റ് ലൈവ് ആക്ഷൻ ക്രിപ്റ്റോയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ നാളെ നമുക്ക് ഫുൾ ബ്രേക്ക് ഡൗൺ ചെയ്യാം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാവുന്നത് തന്നെയാണ്. എന്നാൽ നമുക്ക് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. വാച്ച്.